നമസ്കാരം. പകൽ വാർത്ത തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്കൊപ്പം മഴക്കെടുതികളും രൂക്ഷം. തൃശൂർ കൊടകരയിൽ കെട്ടിടം തകർന്ന് 3 മരണം. മൂവാറ്റുപുഴ മാറാടിയിൽ വയോധികൻ കനാലിൽ വീണു മരിച്ചു. 2 ദിവസം കൂടി മഴ തുടരും. മലമ്പുഴ ബാണാസുര സാഗർ അണക്കെട്ടുകൾ തുറന്നു. നിലമ്പൂർ ജയത്തിലെ ക്രെഡിറ്റ് ആർക്കെന്ന കോൺഗ്രസ് തർക്കത്തിൽ ഹൈക്കമാൻഡിന് അതൃപ്തി. ചർച്ച ചെയ്ത് തലസ്ഥാനത്ത് രാഷ്ട്രീയകാര്യ സമിതി. PV അൻവറും ചർച്ചാ വിഷയം. ആര്യാടൻ ഷൌക്കത്തിന്റെ സത്യപ്രതിജ്ഞ 4 മണിക്ക്. നിലമ്പൂരിലെ പ്രസ്താവനകളിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരായ രൂക്ഷ വിമർശനം തുടരുന്നു. സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് തീരും. വൈകിട്ട് 4-ന് വാർത്താ സമ്മേളനം. ഇടതുമുന്നണിയിൽ ഹാപ്പിയാണെന്നും UDF-ലേക്ക് പോകില്ലെന്നും കേരള കോൺഗ്രസ് മാണി വിഭാഗം. വനമന്ത്രിയോട് അതൃപ്തി മറച്ചുവെക്കാതെ ജോസ് കെ മാണി. കോയമ്പത്തൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ താടി വടിക്കണമെന്ന നിർദ്ദേശം വിവാദത്തിൽ. മതവിശ്വാസത്തിനെതിരായി നിന്നാൽ PG സീറ്റ് വേണ്ടെന്ന് വെച്ച് ജമ്മു കശ്മീർ വിദ്യാർത്ഥി. ക്ലീൻ ഷേവ് നയം അണുബാധ തടയുന്നതിനെന്ന് കോളേജ്. കേരള സർവകലാശാലയിൽ ഗവർണറുടെ ചടങ്ങിനിടെയുണ്ടായ സംഘർഷത്തിൽ VC-യോട് രാജ്ഭവൻ വിശദീകരണം തേടി. എന്തിന് രജിസ്ട്രാർ ഇടപെട്ടെന്ന് വ്യക്തമാക്കണം. സംഘാടകരായ ശ്രീപത്മനാഭ സേവാ സമിതിക്കെതിരെ DGP-ക്ക് പരാതി നൽകി രജിസ്ട്രാർ. സ്കൂളുകളിൽ ലഹരി വ്യാപനത്തിനെതിരായ സുംബ ഡാൻസിൽ വിയോജിച്ച് മുസ്ലിം സംഘടന വിസ്ഡം. ആണും പെണ്ണും ഇടകലർന്ന് അല്പവസ്ത്രം ധരിച്ചുള്ള തുള്ളലെന്ന വിസ്ഡം ജനറൽ സെക്രട്ടറി TK അഷ്റഫ്. സർക്കാർ തീരുമാനം പഠനത്തിന്റെ അടിസ്ഥാനത്തിലല്ലെന്ന് യൂത്ത് ലീഗ്. മതപരമായ കണ്ണിൽ കാണരുതെന്ന് DYFI. VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. തീവ്രപരിചരണ വിഭാഗത്തിൽ തന്നെ തുടരുന്നെന്ന് SUT ആശുപത്രി. VS-നെ സന്ദർശിച്ച KC വേണുഗോപാലും G സുധാകരൻ. കപ്പൽ അപകടങ്ങൾ ദുരിതത്തിലാക്കിയ തീരമേഖലയിലൂടെ News 18 യാത്ര. അപകടങ്ങൾ വഴിമുട്ടിച്ച് ജീവിതം തുറന്നു പറഞ്ഞ മത്സ്യത്തൊഴിലാളികൾ. കണ്ടെയ്നറുകളിൽ കുടുങ്ങി കേടായത് ലക്ഷങ്ങൾ വില വരുന്ന വലയും ഉപകരണങ്ങളും. കോസ്റ്റൽ പോലീസിൽ പരാതി. പ്രളയം ദുരിതം കാണാതെ ഫിഷറീസ് ദുരന്ത നിവാരണ വകുപ്പുകൾ. News 18 ഇൻ ഡെപ്ത് കവറേജ്. കപ്പൽ ചതി. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയ്ക്ക് പിന്തുണയുമായി സിനിമാ പ്രവർത്തകർ. തിങ്കളാഴ്ച സെൻസർ ബോർഡ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുമെന്ന് ഫെഫ്ക. നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് B ഉണ്ണികൃഷ്ണൻ. സിനിമാ പ്രവർത്തകരും എഴുത്തുകാരും ആശങ്കയിലെന്ന് രഞ്ജി പണിക്കർ. സെൻസർ ബോർഡ് തീരുമാനം ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. വിശദമായ വാർത്തയിലേക്ക്. ശക്തമായ മഴയെ തുടർന്നുള്ള കെടുതിയിൽ സംസ്ഥാനത്ത് ഇന്ന് 4 മരണം. കൊടകരയിൽ കെട്ടിടം തകർന്നു വീണ 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചു. എറണാകുളം മാറാടിയിൽ മധ്യവയസ്കൻ കനാലിൽ വീണു മരിച്ചു. സംസ്ഥാനത്തെ ഡാമുകളിൽ ജലനിരപ്പ് ഉയരുകയാണ്. പാലക്കാട് മലമ്പുഴ ഡാമും വയനാട്ടിലെ ബാണാസുര സാഗർ ഡാമും തുറന്നു. 2 ദിവസം കൂടി സംസ്ഥാനത്ത് മഴ തുടരുമെന്നാണ് പ്രവചനം. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുകയാണ്. തൃശൂർ കൊടകരയിൽ പഴയ കെട്ടിടം ഇടിഞ്ഞു വീണ് 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചു. എറണാകുളം മാറാടി പഞ്ചായത്ത് 4-ാം മൈലിൽ കനാലിൽ വീണ് മധ്യവയസ്കൻ മരിച്ചു. ചന്തപ്പറമ്പിൽ അയ്യപ്പനാണ് മരിച്ചത്. ഇടുക്കി കട്ടപ്പന വലിയ തൊവളാമെട്ട് നെല്ലിക്കൽ വിജയന്റെ നിർമ്മാണത്തിലിരുന്ന വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. ജലനിരപ്പ് ഉയർന്നതിനാൽ പെരിയാർ, ചിന്നാർ, മുതിരപ്പുഴയാർ തീരങ്ങളിലേക്കുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കോതമംഗലത്തിന് സമീപം വെറ്റിലപ്പാറയിൽ വീട് നിലംപൊത്തി 2 പേർക്ക് പരിക്കുണ്ട്. വെറ്റിലപ്പാറ ദശലക്ഷം കോളനിയിലെ കൃഷ്ണൻകുട്ടി, ഭാര്യ അമ്മിണി എന്നിവർക്കാണ് പരിക്കേറ്റത്. മണികണ്ഠൻ ചാൽ, ചപ്പാത്തിൽ യാത്രയ്ക്കിപ്പോഴും വഞ്ചിയാണ് ആശ്രയം.
കനത്ത മഴയിൽ പാലക്കാട് കൊടുന്തിരപ്പുള്ളിയിൽ കളപ്പറമ്പ് സ്വദേശി നിലാവൂർ നിസയുടെ വീടിന്റെ കിണറിടിഞ്ഞു താഴ്ന്നു. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ ശക്തമായ മഴയുണ്ട്. കാരശ്ശേരി, കൂടരഞ്ഞി പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. പാലക്കാട് മലമ്പുഴ ഡാമിന്റെ 4 ഷട്ടറുകൾ തുറന്നു. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് 2359.46 ആണ്. സംഭരണശേഷിയുടെ 53.82%. ഭൂതത്താൻകെട്ട് ഡാമിന്റെ 11 ഷട്ടറുകൾ തുറന്നു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മുല്ലപ്പെരിയാർ ഡാമിന്റെ സ്പിൽവേ തുറന്നേക്കുമെന്ന് തമിഴ്നാട് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തൃശൂർ കൊടകരയിൽ പഴയ കെട്ടിടം ഇടിഞ്ഞു വീണാണ് 3 ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടമായത്. 50 വർഷം പഴക്കമുള്ള ഇരുനില കെട്ടിടമാണ് തകർന്നു വീണത്. 12 അതിഥി തൊഴിലാളികളാണ് ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത്. തൃശൂർ കൊടകര ടൗണിലെ 50 വർഷത്തോളം പഴക്കമുള്ള ഇരുനില കെട്ടിടമാണ് രാവിലെ 6 മണിയോടെ ഇടിഞ്ഞു വീണത്. കെട്ടിടത്തിന്റെ കാലപ്പഴക്കവും ശക്തമായ മഴയുമാണ് ചെങ്കൽ കൊണ്ട് നിർമ്മിച്ച കെട്ടിടം തകർന്നു വീഴാൻ കാരണമായത്. 12 പേരടങ്ങുന്ന അതിഥി തൊഴിലാളികൾ കെട്ടിടത്തിലുണ്ടായിരുന്നു. ഇവർ രാവിലെ ജോലിക്ക് പോകാനായി ഇറങ്ങുമ്പോഴായിരുന്നു അപകടം. ഈ സമയം കെട്ടിടത്തിലുണ്ടായിരുന്ന മറ്റു 9 പേർ ഓടി രക്ഷപ്പെട്ടു. ബംഗാൾ സ്വദേശികളായ 19 വയസ്സുകാരൻ രാഹുൽ, 21കാരൻ രൂപേൽ, 31 വയസ്സുള്ള അലീം എന്നിവർ തകർന്നു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങുകയായിരുന്നു. തുടർന്ന് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. JCB എത്തിച്ച് കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കിയാണ് 3 പേരെയും പുറത്തെടുത്തത്. ആദ്യഘട്ടത്തിൽ 3 പേർക്കും ജീവനുണ്ടായിരുന്നെങ്കിലും പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നു. അതേസമയം സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ലേബർ കമ്മീഷണർക്ക് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി. മരിച്ച തൊഴിലാളികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ തൊഴിൽ വകുപ്പ് നടപടികൾ കൈക്കൊള്ളും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മഴ ശക്തമാണ്. ഹിമാചൽ പ്രദേശിലെ കാംഗ്രയിലുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും 5 പേർ മരിച്ചു. 20-ലധികം പേരെ കാണാതാവുകയും ചെയ്തു. ഇവർക്കായുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഹിമാചൽ പ്രദേശിൽ ഇതുവരെ 3 മേഘവിസ്ഫോടനങ്ങളും 7 മിന്നൽ പ്രളയങ്ങളും ഉണ്ടായതായി അധികൃതർ വ്യക്തമാക്കി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ നിലനിൽക്കുന്ന തർക്കങ്ങളിൽ അതൃപ്തി അറിയിച്ച് ഹൈക്കമാൻഡ്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കങ്ങളിലെ അനാവശ്യ തർക്കങ്ങൾ പ്രതികൂലമായി ബാധിക്കുമെന്ന വിലയിരുത്തലിൽ ദേശീയ നേതൃത്വം. രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് മുന്നോടിയായി VD സതീശൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ് തുടങ്ങിയവരുമായി KPCC ആസ്ഥാനത്ത് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ചർച്ച നടത്തി. അതേസമയം ക്രെഡിറ്റ് തർക്കത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചില്ല. യോഗത്തിൽ KPCC അധ്യക്ഷൻ കാര്യങ്ങൾ വിശദീകരിക്കും എന്നായിരുന്നു മറുപടി. നിലമ്പൂരിലെ UDF വിജയത്തിന്റെ മാറ്റ് ആർക്കും കുറയ്ക്കാനാകില്ലെന്ന് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. ഒരു വാക്കും മാറ്റ് കുറയ്ക്കില്ല. അത് UDFന്റെ രാഷ്ട്രീയ വിജയമാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. അത് മുന്നോട്ടുള്ള പ്രയാണത്തിന് കരുത്തുമായിരിക്കും. കൂടുതൽ മാറ്റുള്ളൊരു വിജയം 2026 കേരളത്തിലെ ജനങ്ങൾക്ക് സമ്മാനിക്കാൻ UDFന് സാധിക്കും. നേതാക്കളാണ് പറയുന്നത് ഇന്ന ആളുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി വലിയ വിജയം ഉണ്ടാകുമായിരുന്നു. അല്ല, അതിനെല്ലാം മറികടന്നിട്ടാണ് അവിടുത്തെ ജനത ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ഒരു വലിയ രാഷ്ട്രീയ വിജയമാണ്. ഒരു പൊളിറ്റിക്കൽ സക്സസ് ആണ്. അത് തീർത്തും രാഷ്ട്രീയ പോരാട്ടം, അതിൽ നൽകിയ വലിയ വിജയം. അതിന്റെ മാറ്റ് കുറക്കാൻ വേറെ ഒന്നിനും കഴിയില്ല, ഒരു വാർത്തക്കും കഴിയില്ല. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുരനാണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്ന. ഡാൻ, ക്രെഡിറ്റ് തർക്കത്തിൽ ഹൈക്കമാൻഡിന് ഏതായാലും അതൃപ്തിയാണ് എന്ന കാര്യം വ്യക്തമായി കഴിഞ്ഞു. ഇപ്പോൾ എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ അതിന്റെ ക്രെഡിറ്റ് ആർക്ക് എന്ന ചോദ്യം സംബന്ധിച്ച വ്യത്യസ്തമായ ഉത്തരങ്ങളാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ടീം UDFന്റെ വിജയമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുമ്പോഴും മറുവശത്ത് ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ പ്രതിപക്ഷ നേതാവ് തട്ടിയെടുക്കാനുള്ള നീക്കം നടത്തുകയാണ് എന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത്. അവിടെയാണ് ഈ താൻ ക്യാപ്റ്റനല്ല, താൻ ടീമിനെ നയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, താൻ ക്യാപ്റ്റൻ അല്ല എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ വ്യക്തമാക്കിയത്. താൻ ക്യാപ്റ്റനെങ്കിൽ രമേശ് ചെന്നിത്തല മേജറാണ് എന്ന് അദ്ദേഹം ഇന്നലെ സരസമായി മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ മുറുകുന്നതിനിടയിലാണ് ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി പാർട്ടി സജ്ജമാകുന്ന ഘട്ടത്തിൽ അനാവശ്യമായ ക്രെഡിറ്റ് തർക്കങ്ങൾ പാർട്ടിയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന വിലയിരുത്തലാണ് ദേശീയ നേതൃത്വത്തിന്. ആ തർക്കങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കുക എന്നൊരു ലക്ഷ്യം മുൻനിർത്തിയാണ് ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗം ഇന്ന് ചേരുന്നതിന്
മുന്നോടിയായി ഇന്നലെ കേരളത്തിന്റെ ചുമതലയുള്ള സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, അതോടൊപ്പം മുൻ പ്രതിപക്ഷ നേതാവും പ്രവർത്തക സമിതി അംഗവുമായ രമേശ് ചെന്നിത്തല തുടങ്ങിയവരുമായി KPCC ആസ്ഥാനത്ത് വെച്ച് കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് വിവരം. ഇന്ന് രാഷ്ട്രീയകാര്യ സമിതി യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയകാര്യ സമിതിയിലും ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉയർന്നേക്കുമെന്ന് തന്നെയാണ് സൂചന. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉൾപ്പെടെയുള്ളവർ കടുത്ത അതൃപ്തി അറിയിച്ചുകൊണ്ട് പരസ്യ നിലപാടുമായി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള തർക്കങ്ങൾ, അനാവശ്യമായ തർക്കങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങുന്ന പാർട്ടിയുടെ സാധ്യതകളെ പ്രതികൂലമായി ബാധിക്കുമെന്നൊരു വിലയിരുത്തലാണ് തർക്കങ്ങൾ അവസാനിപ്പിക്കാൻ ഹൈക്കമാൻഡ് തന്നെ മുൻകൈയെടുക്കുന്നതെന്നാണ് സൂചന. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഇടതുമുന്നണി വിടില്ലെന്ന് വ്യക്തമാക്കി കേരള കോൺഗ്രസ് എം. UDF-ലെ ഒരു നേതാക്കളും ആശയവിനിമയം നടത്തിയിട്ടില്ലെന്ന് ചെയർമാൻ ജോസ് കെ മാണി പറഞ്ഞു. ഇടതുമുന്നണിയിൽ ഹാപ്പിയാണ്. മുന്നണി മാറേണ്ട ഒരു സാഹചര്യവുമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ എന്നത് കേരള കോൺഗ്രസിന് അവകാശപ്പെട്ടതാണെന്നും ഇക്കാര്യം LDF-ൽ ആവശ്യപ്പെടുമെന്നും ജോസ് കെ മാണി പറഞ്ഞു. ചർച്ച നടത്തുന്നു എന്ന് ആരാ പറഞ്ഞു? ചർച്ച നടത്തുന്നു എന്നൊക്കെ പുറത്ത് നേതാക്കന്മാർ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്ക്, ഇനി അങ്ങനെ ഒരു ചർച്ചയുണ്ടെന്ന് വിചാരിക്കുക, ഇത് പുറത്ത് പറഞ്ഞുകൊണ്ട് നടക്കുമോ? ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഇത് പുറത്ത് പറഞ്ഞുകൊണ്ട് നടക്കുമോ? അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയില്ല. ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ സ്വാഗതം ചെയ്യുന്നു എന്ന് സന്തോഷം. പക്ഷേ ഇപ്പോൾ ഘടകകക്ഷിയുടെ പുറകെ കേരള കോൺഗ്രസിൻ്റെ നിലപാട് അറിയിച്ചു, ഇപ്പോൾ CPIയുടെ പുറകെ. അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയും ഇല്ല. അങ്ങനെ കേരള കോൺഗ്രസ് കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. പൂർണ്ണ ഹാപ്പിയല്ല. ഇത് ഇപ്പോൾ ഈ എയറിൽ ഇങ്ങനെ സംസാരിക്കുന്നതല്ലാതെ അവർക്ക് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് കൃത്യമായിട്ട് അറിയാം. ഇനി എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഞാൻ അത് ചർച്ചയിലേക്ക് കൊണ്ടുവരാം. അല്ല, അത് തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ 2020 കാലഘട്ടത്തിൽ അന്നേരം നമ്മളറിയാം പെട്ടെന്നൊരു തീരുമാനമാണ്. നമ്മൾ എന്നെ UDF നിന്ന് കേരള കോൺഗ്രസ് പാർട്ടിയെ പുറത്തേക്കാക്കി. പുറത്തേക്കാക്കിയതിന് ശേഷം പെട്ടെന്നാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാകുന്നത്. അതുകൊണ്ട് കൂടുതൽ ചർച്ചയ്ക്ക് പോകാനായിട്ട് കഴിയാതെ പോയി. അപ്പോൾ കൂടുതൽ നമുക്ക് അർഹതപ്പെട്ട സീറ്റുകൾ പല സ്ഥലത്തും ലഭിക്കാതെയും പോയിട്ടുണ്ട്, പല ജില്ലകളിലും പോയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും കൂടുതൽ ചർച്ച അതിനാവശ്യമാണ്. ഇപ്രാവശ്യം ചർച്ച ചെയ്ത് നമുക്ക് അർഹതപ്പെട്ട പ്രദേശങ്ങളിൽ കൂടുതൽ സീറ്റ് ലഭിക്കാനുള്ള ശ്രമം നടത്തും. കേരള കോൺഗ്രസിന്റെ യോഗം പൂർത്തിയായിരിക്കുകയാണ്. വിവരങ്ങളുമായി G. ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, എന്തൊക്കെയാണ് ചർച്ചയായത്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, പ്രധാനമായും രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, ഈ UDF പ്രവേശനം സംബന്ധിച്ചുള്ള പല നീക്കങ്ങളും വാർത്തകളും പുറത്തു വരുന്നതിനിടെ അതിനെ നിഷേധിക്കുകയാണ് ജോസ് കെ മാണി പുറത്ത് ചെയ്തത്. യോഗത്തിലും ജോസ് കെ മാണി സംസാരിച്ചപ്പോൾ LDF-ൽ തങ്ങൾ തൃപ്തരാണ് എന്ന് പറയുന്നു. പക്ഷേ മലയോര മേഖലയിൽ അടക്കമുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അത് വനം വകുപ്പ് അതിൽ പരാജയമാണെന്ന് വിമർശനം ഉന്നയിക്കുന്നു. മാത്രമല്ല, മുഖ്യമന്ത്രി ഇത്തരം പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് ഇടപെട്ട് ഇതിൽ പരിഹാരം കാണണം. അതായത് ഈ പ്രശ്നത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടണമെന്ന അഭിപ്രായമാണ് ഉയർന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതായി തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ചയായി നടക്കുന്നത്. കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യം ജോസ് കെ മാണി ഇതിനകം തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും തുടരുകയാണ്. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന, അതായത് വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന യോഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് യോഗമാണ്. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ നിഷേധിക്കുകയാണ് UDF പ്രവേശനം പോലുള്ള കാര്യത്തിൽ. ഒരു ചർച്ച പോലും നടന്നിട്ടില്ല എന്നാണ് ജോസ് കെ മാണി ചൂണ്ടിക്കാട്ടുന്നത്. അശ്വതി. ശരി ശ്രീജിത്ത്. നിലമ്പൂർ MLA ആയി ആര്യാടൻ ഷൌക്കത്ത് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വൈകുന്നേരം 3:30-ക്കാണ് സത്യപ്രതിജ്ഞ. സ്പീക്കർ AN ഷംസീർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. 11,077 വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് വിജയിച്ചത്. സർക്കാർ ഗവർണർ തർക്കം രൂക്ഷമാകുന്നതിനിടെ കേരള സർവകലാശാലയ്ക്കെതിരെ രാജ്ഭവന്റെ പുതിയ നീക്കം. ഗവർണർ പങ്കെടുത്ത പരിപാടി തടസ്സപ്പെടുത്തിയത് എന്തിനെന്ന് വിശദീകരിക്കാൻ വൈസ് ചാൻസലറോട് ഗവർണർ ആവശ്യപ്പെട്ടു. സെനറ്റ് ഹാളിലെ പരിപാടിയിൽ സംഘാടകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സർവകലാശാല സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി തടസ്സപ്പെടുത്താൻ സിൻഡിക്കേറ്റും രജിസ്ട്രാറും ബോധപൂർവ്വം ശ്രമിച്ചു എന്ന വിലയിരുത്തലാണ് രാജ്ഭവൻ. ഗവർണർ ഉദ്ഘാടനം ചെയ്യേണ്ട പരിപാടി നിർത്തിവെക്കാൻ എന്തിനാവശ്യപ്പെട്ടെന്നാണ് ചോദ്യം. സർവകലാശാല രജിസ്ട്രാർ നേരിട്ട് സെനറ്റ് ഹാളിലെത്തിയാണ് പരിപാടി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടത്. ഇതിലും ക്യാമ്പസിലുണ്ടായ സംഘർഷത്തിലും കടുത്ത അതൃപ്തിയാണ് ഗവർണർക്ക്.
സർവകലാശാലയുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പരിപാടി നടത്തിയതിനാണ് സംഘാടകരായ ശ്രീ പത്മനാഭ സേവാ സമിതിക്കെതിരെ സർവകലാശാല നിയമ നടപടിയിലേക്ക് നീങ്ങുന്നത്. മതപരമായ ആരാധനകളോ പ്രസംഗങ്ങളോ പ്രഭാഷണങ്ങളോ പാടില്ല എന്ന നിബന്ധനയോടെയാണ് പരിപാടിക്ക് അനുമതി നൽകിയത്. ഇത് ലംഘിച്ചുകൊണ്ടുള്ള സംഘാടകരുടെ പ്രവൃത്തി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ രജിസ്ട്രാർ നേരിട്ടെത്തി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടു. അത് ലംഘിച്ച് അനധികൃതമായി ഹാൾ ഉപയോഗിച്ചതിനാലാണ് രജിസ്ട്രാർ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. സർവകലാശാലയുടെ മതനിരപേക്ഷ നിലപാടാണ് സംഘാടകർ ലംഘിച്ചതെന്നും സർവകലാശാല. ന്യൂസ് 18 തിരുവനന്തപുരം. ന്യൂസ് 18 അന്വേഷണം കപ്പൽ ചതി. കേരള തീരത്ത് തുടർച്ചയായി ഉണ്ടായ 2 കപ്പൽ അപകടങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം വഴിമുട്ടിക്കുകയാണ്. കപ്പലിൽ നിന്ന് പുറന്തള്ളപ്പെട്ട കണ്ടെയ്നറുകൾ ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ തൊഴിലാളികളുടെ മത്സ്യബന്ധന ഉപകരണങ്ങൾ ദൈനംദിനം തകർത്തുകൊണ്ടിരിക്കുകയാണ്. കടം വാങ്ങിയും വായ്പയെടുത്തും സ്വന്തമാക്കിയ ലക്ഷക്കണക്കിന് രൂപയുടെ വലയും അനുബന്ധ ഉപകരണങ്ങളുമാണ് ഇരുമ്പ് കണ്ടെയ്നറുകളിൽ കുടുങ്ങി പരമ്പരാഗത വള്ളങ്ങൾക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നഷ്ടമായത്. 150ഓളം വള്ളങ്ങളുടെ പരാതികൾ ഇതിനകം ലഭ്യമായതായി ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട്. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റോ ദുരന്ത നിവാരണ അതോറിറ്റിയോ വിഷയത്തിൽ കൈമലർത്തുമ്പോൾ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ദുരിതം തേടുകയാണ് ന്യൂസ് 18. കൊച്ചിയിൽ തകർന്ന കണ്ടെയ്നർ ഷിപ്പിന്റെ അവശിഷ്ടങ്ങൾ ഏറ്റവും അധികം അടിഞ്ഞത് ആലപ്പുഴ കൊല്ലം തീരങ്ങളിലാണ്. മത്സ്യബന്ധനത്തിൽ തന്നെ നിരവധി പ്രതിസന്ധികളാണ് മത്സ്യത്തൊഴിലാളികൾ നേരിടുന്നത്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ അവരുടെ മത്സ്യബന്ധന ഉപകരണങ്ങൾക്ക് വലിയ കേടുപാടുകൾ ഉണ്ടാക്കത്തക്ക വിധത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് മത്സ്യത്തൊഴിലാളികൾ വിശദീകരിക്കുന്നത്. എന്തായാലും തൃക്കുന്നപ്പുഴ മുതൽ വലിയഴിക്കൽ വരെയുള്ള തീരദേശ മേഖലകളിൽ ഇത് എന്ത് പ്രത്യാഘാതം സൃഷ്ടിച്ചുവെന്ന് ന്യൂസ് 18 പരിശോധിക്കുകയാണ്. ഇത് സംഭവിച്ചിട്ട് ഇപ്പോൾ ഒരു 5 ദിവസത്തിന് മേളിലായി. നമുക്ക് 3 ദിവസം വലപ്പണിയായിരുന്നു. ഒരു 300 കിലോയുടെ മേളിൽ നമുക്ക് വെയിറ്റ്, നമ്മുടെ വലയുടെ വെയിറ്റ് ആണിത്. ഇത് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് അല്ലാതെ എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്? അല്ലാതെ നമുക്ക് 1500 കിലോയോളം വല നമ്മുടെ കടലിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ നമ്മുടെ റിങ് റോപ്പ് ഇത് 1.5 ലക്ഷം രൂപയുടെ മേളിൽ വിലയുള്ളതാണ്. ഇത് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. വേറെ നമ്മൾ കടം മേടിച്ച് ഓരോരുത്തർ ഒന്ന് കടം മേടിച്ച് പൈസയൊക്കെ അറേഞ്ച് ചെയ്ത് അങ്ങനെ ഇപ്പം നമ്മൾ റെഡിയാക്കി 3 ദിവസമായിട്ട് നമ്മൾ വലയെല്ലാം റെഡിയാക്കി പണിക്ക് പോവുകയാണ്. നിങ്ങൾ എവിടെ നിന്നാണ് അന്ന് മത്സ്യബന്ധനത്തിൽ പുറപ്പെട്ടത്? ഏത് ഭാഗത്ത് വെച്ചാണ് ഇത് ഉണ്ടായിട്ടുള്ളത്? ഇത് കൊല്ലം നീണ്ടകര, അതിന് നേരെ പടിഞ്ഞാറ് വശം വെച്ചാണ് നമുക്ക് സംഭവിച്ചത്. നമ്മളെന്ന് പറയുന്നത് മീനെ കണ്ട് വലയടിച്ചപ്പോഴെന്ന് പറയുന്നത് വലയുടെ അകത്ത് ഈ സാധനം ഉടക്കി വല മേളോട്ട് വരാതായി വെള്ളം താഴോട്ട് മറിഞ്ഞു പോകുന്ന രീതിയിലായി. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാരും കൂടെ അത് ചെത്തിക്കളഞ്ഞിട്ട് രക്ഷപ്പെടുകയായിരുന്നു. അതായത് അത്ര വലിയ ഭാരമുള്ള വസ്തുവാണ്. കണ്ടെയ്നറിന്റെ ഭാഗങ്ങളാണ് മറ്റുള്ള ഉടക്കുകളൊന്നും അവിടെ ഉള്ളതല്ല. ഈ കാണുന്ന വല ഈ കാണുന്ന ചുവപ്പ് നിറത്തിലുള്ള വലകളാണ് അല്ലേ? ഇതെല്ലാം പുതിയ വല പോയില്ല. ഈ 10 ലക്ഷം രൂപയ്ക്ക് മേലെ നഷ്ടം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. എല്ലാം കൂടെ അന്ന് മത്സ്യബന്ധനത്തിന് പോയിട്ട് എന്തെങ്കിലും ലാഭം ഉണ്ടായിരുന്നു? ഒന്നും കിട്ടില്ല. ഞങ്ങളുടെ കൂടെ പണിയവർക്ക് 3-4 ലക്ഷം രൂപയുടെ കൂട്ടവള്ളം ആണ് വല കൂടിയത്. ആ കൂട്ടവള്ളത്തിൽ ഞങ്ങളുടെ വള്ളത്തിൽ ഈ ഉടക്ക് പിടിച്ച് എന്തോ സംഭവം എന്നറിയത്തില്ല. ഞങ്ങൾ വലിച്ച് മുകളിൽ വരുമ്പോഴേ ഇതിന്റെ ചെറിയ ഇരുമ്പ് പീസുകൾ അടിക്കഷ്ണങ്ങളും ഒക്കെ കയറി വന്നു. ഒരു തരത്തിൽ മുകളിലോട്ട് റോപ്പ് നമുക്ക് വീഞ്ചി വഴി എടുക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ നിർത്തിക്കൊണ്ട് ഞങ്ങൾ വലിച്ചപ്പോൾ മൊത്തം കംപ്ലീറ്റ് അറ്റ് വെയിറ്റ് വല വിട്ട് അങ്ങനെ നാശമായി കിടക്കും. 4-5 ദിവസം എടുത്ത് ഇതെല്ലാം വൃത്തിയായി ഇത് എടുത്ത് സാധനം കൊണ്ടുവരണ്ടേ. നമ്മുടെ ഇത് ഒപ്പിക്കാനുള്ള പണവും പൈസയും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. എത്ര രൂപയോളം നിങ്ങൾക്ക് കണ്ടെത്തേണ്ടി വന്നു ഈ ദിവസങ്ങളിൽ? ഇപ്പൊ എന്ന് പറയുമ്പോൾ ഈ വല ഒരു 1500 കിലോ വല ഒപ്പിക്കാൻ തന്നെ പറഞ്ഞു കേട്ടു. മത്സ്യവെട്ട് വഴി ഒക്കെ ഉള്ള സാധനമായത് മത്സ്യവെട്ടിലെ ലോണാണ് ഇത് കംപ്ലീറ്റ്. 25 ലക്ഷം രൂപ മത്സ്യവെട്ട് ലോണിൽ നിന്ന് അവരുടെ നിന്ന് ലോൺ എടുത്തും ബാങ്ക് ലോണുമായിട്ടാണ് ഇത് ഒപ്പിച്ചെടുത്തത്. ഞങ്ങളൊരു 16 ഷെയറുകാരും കൂടെ എല്ലാവരും കൂടെ ഒപ്പിച്ചാണ് ഇത് ഇങ്ങനെ നിലനിൽക്കുന്നത്. ഇപ്പോഴാണ് ഈ അപകടങ്ങൾ ഇതിന്റെ അത് സംഭവിച്ചത്. അതായത് ലക്ഷങ്ങളാണ് ലക്ഷങ്ങൾ കടത്തിലേക്ക് നിങ്ങൾ പോയി. ലക്ഷങ്ങൾ കടത്തിലേക്ക് വന്നത്. ഈ കാണുന്ന ഒരു അവസ്ഥയാണ് ഇവരുടെ വലയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. കുറെയൊക്കെ ഇവര് അത് മെയിൻ്റെനൻസ് ചെയ്ത് എടുക്കാനായി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ
എങ്കിൽ പോലും അത് ഇത്തരത്തിൽ നഷ്ടപ്പെട്ടു പോയ ചെറിയ ഭാഗങ്ങൾ ഇവര് പ്രത്യേകിച്ച് ഫിഷറീസ് വകുപ്പിന് അടക്കം പരാതി നൽകിയിട്ടുണ്ട്. അവർ പരിശോധനയ്ക്കായി വരുമ്പോൾ കാണിക്കുന്നതിന് വേണ്ടി മത്സ്യത്തൊഴിലാളികൾ സൂക്ഷിച്ചിരിക്കുന്ന വലയുടെ ഭാഗങ്ങളാണ്. പൂർണ്ണമായും ഒരു ഭാഗം, അതായത് വലിയ തോതിലുള്ള വലയുടെ ഭാഗം കടലിനടിയിലേക്ക് പോയി എന്നുള്ളതാണ്. കപ്പലുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കാര്യങ്ങളിൽ സർക്കാർ തലത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ ലഭ്യമാകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ ഇവിടെ മത്സ്യബന്ധനമായിട്ട് ചെന്ന് പറ്റപ്പോൾ അവർക്ക് അങ്ങനെ ഒരു അറിയിപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങളോട് പിന്നെ ഈ കോസ്റ്റൽ പോലീസിൽ വിവരം അറിയിക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ഞങ്ങളൊരു അപേക്ഷ കൊടുത്ത് എന്തെങ്കിലും ധനസഹായ പ്രഖ്യാപനങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിനെപ്പറ്റി ഒരു ഒന്നുമില്ല. ഇത് അപേക്ഷ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് പണിയൊന്നുമില്ല. ഇപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആകെ അങ്ങ് തകർന്നു നിൽക്കുക ഈ ഒരു സാഹചര്യം. വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെ ഹൃദയമിടിപ്പും ശ്വാസവും സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ ശ്രമം തുടരുകയാണ്. കോൺഗ്രസ് നേതാവ് കെ.സി. വേണുഗോപാലും CPM നേതാവ് ജി. സുധാകരനും ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ കണ്ടു. എല്ലാ നിലയിലും എല്ലാ തരത്തിലും ഡോക്ടേഴ്സ് എല്ലാ കെയറും കൊടുത്ത് അദ്ദേഹം നിലനിർത്തിയിരിക്കുകയാണ്. ചെറിയൊരു ആശ്വാസ റിപ്പോർട്ടെന്നാണ് പറയുന്നത്. അദ്ദേഹം ജീവിതം മുഴുവൻ ഫൈറ്ററാണല്ലോ. എല്ലാ നല്ല കമ്മ്യൂണിസ്റ്റുകാരും ഫൈറ്റ് ചെയ്താണല്ലോ നിന്നത്. കാരണം സാമൂഹിക വ്യവസ്ഥ തന്നെ മാറ്റാൻ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമല്ല. ഇന്ന് ഇതോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്നുള്ളതല്ലല്ലോ. ശരിക്കും അതിൻ്റെ ഒരു നല്ല കാലത്ത് പ്രവർത്തനം ആരംഭിക്കുക. ആ ഫൈറ്റ് വളരെ ശക്തവും രൂക്ഷവുമായിരുന്നു. അത് ശരിയാണ്, ഫൈറ്റർ. കൂടുതൽ വിവരങ്ങളുമായി വി അരുൺ ചേരുന്നു. അരുൺ, വി.എസിന്റെ ആരോഗ്യനില സംബന്ധിച്ച് ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? പുതിയ മെഡിക്കൽ ബുള്ളറ്റിന് ഏതാനും 10 മിനിറ്റ് മുമ്പാണ് ഇറങ്ങിയത്. വി.എസിന്റെ ആരോഗ്യ നില മാറ്റമില്ലാതെ തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെ അദ്ദേഹത്തിന്റെ ഹൃദയമെടുപ്പും ശ്വാസോച്ഛ്വാസവും സാധാരണ നിലയിൽ കൊണ്ടുവരാനുള്ള ശ്രമം വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ തുടർന്നു വരുന്നുണ്ടെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നു. ഇന്നലെ രാവിലെ വി.എസിന്റെ ആരോഗ്യനില കുറച്ച് വഷളായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വീണ്ടും അത് കുറച്ച് ഭേദപ്പെട്ടു, മാറ്റമില്ലാതെ തുടരുന്നു. ഇതാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട മണിക്കൂറുകളിലൂടെയാണ് വി.എസിന്റെ ആരോഗ്യസ്ഥിതി കടന്നു പോകുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് 72 മണിക്കൂർ ഡോക്ടർമാർ നേരത്തെ നിർദ്ദേശിച്ച 72 മണിക്കൂർ ഇന്ന് വൈകിട്ടാണ് പൂർത്തിയാകുന്നത്. വളരെ നിർണായകമായ സമയമാണ്. അപ്പോൾ വീണ്ടും പരിശോധനകൾ ഉണ്ടാകും. ഏതായാലും അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുവരുമ്പോൾ ഉണ്ടായിരുന്ന അത്ര അധികം മോശം അവസ്ഥയിലല്ല ആരോഗ്യം എന്ന് വേണം ഇപ്പോൾ ഡോക്ടർമാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മെഡിക്കൽ ബുള്ളറ്റിനും അതാണ് വ്യക്തമാക്കിയത്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അദ്ദേഹത്തിനെ കാണാൻ ഇവിടെ എത്തിയിരുന്നു. ഒരു കാലത്ത് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന, പിന്നീട് അദ്ദേഹത്തിന്റെ എതിർചേരിയിലേക്ക് പോയ ജി. സുധാകരനെ പോലെ നേതാക്കളടക്കം ഇവിടെ അദ്ദേഹത്തെ സന്ദർശിക്കാനെത്തി. നേരത്തെ എസ്. ശർമ്മയും NN കൃഷ്ണദാസും അടക്കമുള്ള നേതാക്കൾ രാവിലെ AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ വി.എസിനെ കാണാൻ എത്തിയിരുന്നു. അങ്ങനെ നേതാക്കൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ അദ്ദേഹത്തെ കാണാൻ എത്തുന്നുണ്ട്. ആരോഗ്യനില ആശങ്കാജനകമായ വിധം തന്നെ തുടരുന്നു. അപ്പോഴും കാര്യമായ മാറ്റം അദ്ദേഹത്തിന് ഉണ്ടാകുന്നില്ല. അദ്ദേഹം വീണ്ടും ജി. സുധാകരൻ പറഞ്ഞതുപോലെ ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എല്ലാ കാലവും വി.എസ്. ഒരു പോരാളിയാണ്. ആ പോരാളി ഇപ്പോൾ മരണത്തോടും ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നു. ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ് വീണ്ടും വി.എസ്. അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഡോക്ടർമാരും ആരോഗ്യ സംവിധാനവും ഒക്കെ ആ രീതിയിൽ ശ്രമിക്കുന്നുമുണ്ട്. ശരിയാണ്. ലഹരി വ്യാപനത്തിനെതിരെ സ്കൂളുകളിൽ സുംബ ഡാൻസിനുള്ള സർക്കാർ നിർദ്ദേശം വിവാദത്തിൽ. സുംബ ഡാൻസ് അഭ്യസിക്കാനുള്ള നിർദ്ദേശത്തിനെതിരെ വിവിധ മുസ്ലിം സംഘടനകൾ രംഗത്തെത്തി. അല്പവസ്ത്രം ധരിച്ച് ആണും പെണ്ണും ഒന്നിച്ചു തുള്ളാനല്ല സ്കൂളിൽ കുട്ടികളെ വിടുന്നതെന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നിലപാടെടുത്തതോടെയാണ് സർക്കാർ ഉത്തരവ് വിവാദമായത്. സൂംബ ഡാൻസ് അഭ്യസിപ്പിക്കുന്നത് DJ പാർട്ടിയുടെ തുടക്കമാണെന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി TK അഷ്റഫ് ഫേസ്ബുക്ക് പോസ്റ്റിലാണ് വ്യക്തമാക്കിയത്. ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് സ്കൂളുകളിൽ ലഘു വ്യായാമവും സൂംബ ഡാൻസും സംഘടിപ്പിക്കണമെന്ന വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിന്റെ പകർപ്പ് സഹിതമായിരുന്നു അഷ്റഫിന്റെ പോസ്റ്റ്. മക്കളെ പൊതുവിദ്യാലയങ്ങളിൽ അയക്കുന്നത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്. ആണും പെണ്ണും കൂടിക്കലർന്ന് അല്പവസ്ത്രം ധരിച്ച് തുള്ളുന്ന സംസ്കാരം പഠിക്കാനല്ല. അധ്യാപകനായ താനും വിദ്യാർത്ഥിയായ മകനും ഇതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. വിയോജിപ്പുള്ളവരെയും സൂംബ ഡാൻസ് കളിക്കാൻ നിർബന്ധിതരാക്കുകയാണെന്നും അഷ്റഫ് ആരോപിച്ചു. ശരിയായ രീതിയിൽ കുട്ടികൾക്ക് ഈ മെന്റൽ സ്ട്രെസ് കുറക്കാൻ ആവശ്യമായ എക്സസൈസും കാര്യങ്ങളും ചെയ്യാൻ പാഠ്യപദ്ധതിയിൽ സംഗതിയുണ്ട്. പക്ഷെ അതിന് അധ്യാപകരെ വെക്കുക എന്നുള്ളത് സർക്കാർ ഇതുവരെ ചെയ്തിട്ടില്ല. അതിനു പകരം നമുക്ക് എവിടെയും എന്റെ അന്വേഷണത്തിൽ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. ലഹരിക്കെതിരിൽ സൂംബ ഡാൻസ് എന്ന രീതിയിൽ വിദ്യാലയങ്ങളിൽ ഒരു പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് ലോകത്തെവിടെയും ഞാൻ കണ്ടു.
യാതൊരു പഠനത്തിന്റെയും അടിസ്ഥാനത്തിലല്ല സർക്കാർ തീരുമാനമെന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ പ്രതികരണം. മാനസിക പിരിമുറുക്കം കുറയ്ക്കാനാണെങ്കിൽ ആവശ്യത്തിന് കായിക അധ്യാപകരെ നിയോഗിക്കുകയാണ് വേണ്ടതെന്നും PK നവാസ് പറഞ്ഞു. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഇവർ പറയുന്നത് മാനസികമായ ഒരു ഉല്ലാസത്തിനോ സംതൃപ്തിക്കോ വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അഡ്രസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ കായിക അധ്യാപകർ നിയമിക്കപ്പെടാൻ കഴിയാതെ കായിക മേഖല മുടങ്ങിക്കിടക്കുന്ന സ്കൂളുകളാണ് കേരളത്തിലെ ഒട്ടുമിക്ക സ്കൂളുകളും. അതിന് പരിഹാരം കാണാതെ സൂംബ ഡാൻസ് കൊണ്ടുവരുന്നത് ഏത് തരത്തിലുള്ള ഉല്ലാസമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ കൃത്യമായി മനസ്സിലാക്കിയാണ് പൊതുവിദ്യാലയങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്നും TK അഷ്റഫ് പറഞ്ഞ വാചകങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും DYFI നേതാവ് V വസീഫ് പറഞ്ഞു. അത്തരം കാര്യങ്ങൾ മതം പ്രചരിപ്പിക്കാൻ മാത്രം പറഞ്ഞാൽ മതിയെന്നും വസീഫ് വ്യക്തമാക്കി. ശാസ്ത്രീയ അടിത്തറ എന്നുള്ളതൊക്കെ അതുമായി വ്യക്തതപ്പെടുത്തേണ്ടതുമെല്ലാം പൊതുവിദ്യാഭ്യാസ വകുപ്പാണ്. അത് അവർ അതിൻ്റെതായ രീതിയിൽ പറയും. പക്ഷെ ഇവിടെ ഒരു സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക്, നമ്മൾ ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് ഇത് നോക്കി കാണുമ്പോൾ പൊതുവിദ്യാലയങ്ങളിൽ നടക്കുന്ന മാറ്റങ്ങളെല്ലാം പുരോഗമനപരമാണ്. അതിനെ സങ്കുചിത കാഴ്ചപ്പാടോടുകൂടി കണ്ട്, മതപരമായ കണ്ണോടുകൂടി കണ്ട് എല്ലാം ഇങ്ങനെ കമന്റ് അടിക്കുകയും, അതും പ്രത്യേകിച്ച് ഇപ്പൊ നേരത്തെ പറഞ്ഞ വാചകങ്ങളെല്ലാം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന വാചകങ്ങളല്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കോയമ്പത്തൂരിൽ താടി വിവാദത്തെ തുടർന്ന് കശ്മീരി ഡോക്ടർ DNB സീറ്റ് ഉപേക്ഷിച്ചു. കോയമ്പത്തൂരിലെ KMCH ആശുപത്രിക്കെതിരെയാണ് ആരോപണം. മതവിശ്വാസങ്ങൾ ലംഘിച്ച് താടി വടിക്കാൻ നിർബന്ധിച്ചതായാണ് കശ്മീർ സ്വദേശി ഡോക്ടർ സുബൈർ അഹമ്മദിന്റെ പരാതി. എന്നാൽ കോളേജിൽ ക്ലീൻ ഷേവ് നയം പിന്തുടരുന്നുണ്ടെന്നായിരുന്നു കോളേജിന്റെ വിശദീകരണം. വിദ്യാർത്ഥിയുടെ പ്രവേശനം റദ്ദാക്കിയിട്ടില്ലെന്നും കോളേജ് നയങ്ങൾ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ വിദ്യാർത്ഥിയെ വീണ്ടും ചേരാൻ ക്ഷണിക്കുമെന്നും ആശുപത്രി അറിയിച്ചു. അതേസമയം ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് മതപരമായ വിവേചനമാണെന്നും വിഷയത്തിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്നും ജമ്മുകാശ്മീർ സ്റ്റുഡൻസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ച കേന്ദ്ര സെൻസർ ബോർഡിന്റെ നടപടിക്കെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി സിനിമാ സംഘടനകൾ. തിങ്കളാഴ്ച CBFCയുടെ തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് ധർണ നടത്തും. CBFC മാനദണ്ഡങ്ങളിലും മാർഗരേഖകളിലും വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകാനും തീരുമാനിച്ചു. നിർമ്മാതാക്കളുടെ ഹർജി ഹൈക്കോടതി അല്പസമയത്തിനകം പരിഗണിക്കും. റിവ്യൂ കമ്മിറ്റി തീരുമാനം കേസ് പരിഗണിക്കുമ്പോൾ അറിയിക്കണമെന്ന് സെൻസർ ബോർഡിനോട് കോടതി നിർദ്ദേശിച്ചു. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കണ്ട റിവൈസിംഗ് കമ്മിറ്റി ഇതുവരെയും രേഖാമൂലം അറിയിപ്പ് നൽകിയിട്ടില്ല. കോടതിയിലാണ് ഇനി പ്രതീക്ഷയെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ചിത്രത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തിങ്കളാഴ്ച CBFCയുടെ തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് സിനിമാ സംഘടനകൾ ധർണ നടത്തും. CBFC മാനദണ്ഡങ്ങളിലും മാർഗരേഖകളിലും വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകുവാനും തീരുമാനിച്ചതായി ഫെഫ്ക ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. വളരെ റാൻഡമായിട്ട്, വളരെ ആർബിട്രറി ആയിട്ട് നടത്തുന്ന ഒരു സർട്ടിഫിക്കേഷൻ പ്രോസസ്സിനെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം. ആ പ്രതിഷേധം ഞങ്ങൾ തുടങ്ങി വയ്ക്കുന്നത് ഈ തുടർ ചർച്ചകളിലും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലും ഞങ്ങൾക്കുള്ള ഉത്തമ വിശ്വാസം കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. അമ്മ, ഫെഫ്ക, പ്രൊഡ്യൂസേഴ്സ്, ടെലിവിഷൻ തുടങ്ങിയ സംഘടനകളുടെ അംഗങ്ങൾ പ്രതിഷേധത്തിൽ പങ്കെടുക്കും. JSK സിനിമയെ സംബന്ധിച്ച കാര്യമായി മാത്രം ഇതിനെ കാണാൻ കഴിയില്ലെന്ന് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ പ്രസിഡന്റ് രഞ്ജി പണിക്കർ വ്യക്തമാക്കി. ചിലപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ നിർമ്മാതാക്കൾക്കോ അതിന്റെ സാങ്കേതിക പ്രവർത്തകർക്കോ ചില വിട്ടുവീഴ്ചകൾ ചെയ്യാൻ അവർ നിർബന്ധിതരാകുന്ന സാഹചര്യം ഉണ്ടായേക്കാം. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഒരു തവണ ഉണ്ടായാൽ ഒരു സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സിനിമയുടെ റിലീസിനെ സംബന്ധിച്ച ഒരു കാലാവധിയെ സംബന്ധിച്ച ആശങ്കയും സമ്മർദ്ദവും ഒരു വഴങ്ങിക്കൊടുക്കലിന് വഴിയൊരുക്കുകയാണെങ്കിൽ നാളെ ഇതിനേക്കാൾ ഭീകരമായ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. സുരേഷ് ഗോപിക്ക് ഇടപെടുന്നതിൽ പരിമിതിയുണ്ടെന്നും ഫെഫ്ക വീണ്ടും ആവർത്തിച്ചു. എന്നാൽ സുരേഷ് ഗോപി അടക്കമുള്ള സിനിമയിലെ മറ്റ് താരങ്ങളുടെ മൗനം തുടരുന്നതിൽ വിമർശനവും ശക്തമാണ്. ന്യൂസ് 18 കൊച്ചി. നടൻ ജയസൂര്യയുടെ ചിത്രമെടുക്കാൻ ശ്രമിച്ച ഫോട്ടോഗ്രാഫർക്ക് മർദ്ദനം. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ നടൻ ജയസൂര്യയുടെ ഫോട്ടോ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഭവം. ജയസൂര്യയുടെ കൂടെയുള്ളവരാണ് ഫോട്ടോഗ്രാഫറെ മർദ്ദിച്ചത്. ദേവസ്വം ഫോട്ടോഗ്രാഫർ സജീവ് നായർക്കാണ് മർദ്ദനമേറ്റത്. ജയസൂര്യയ്ക്കൊപ്പമുണ്ടായിരുന്നവർ ഫോട്ടോ എടുക്കുന്നത് തടഞ്ഞു മർദ്ദിച്ചുവെന്ന് സജീവ് നായർ പറഞ്ഞു. ദേവസ്വം ഫോട്ടോഗ്രാഫർ ആണെന്ന് പറഞ്ഞിട്ടും മർദ്ദിച്ചെന്നാണ് ആരോപണം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത
ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8,985 രൂപ, പവന് 71,880 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 7,405 രൂപ, പവന് 59,240 രൂപ. വെള്ളി ഗ്രാമിന് 118, കിലോയ്ക്ക് 1,18,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇനി സകലമാന കേരളത്തിൽ ഭവ്യ പാർവതി ചേരും. നമസ്കാരം.